വലൈക്കും അസ്സലാം. ചെയ്തോ? എന്നെ ഇൻഫോം ചെയ്ത ആൾക്കാരല്ലാതെ ബാക്കി എല്ലാവരും ക്യാമറ ഓൺ ചെയ്തില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ഈസ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, മാഷാല്ലാ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇൻഷാല്ലാ. ഓക്കെ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിലില്ലാഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഖാണോ? സുഖം. നിങ്ങളുടെ ഏജ് ഒന്ന് പറഞ്ഞേ. മൈക്ക് ഓൺ ചെയ്തിട്ട് എല്ലാരും കൂടെ ഏജ് ഒന്ന് പറ. 14. 11. ഓക്കെ ഓക്കെ, മാഷാഅല്ലാ, ബറകല്ലാഹു ഫീക്. 10. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്, കുറച്ച് വലിയ കുട്ടികളാണ്. ഫർഹാൻ, ഫർഷാദ്, ഫഹീം, ക്യാമറ ഓൺ ചെയ്തേ. അവര് ക്യാമറ ഓണാക്കാന്ന് കുട്ടികൾ ആദ്യം മദ്രസ ക്ലാസ്സിലുള്ളത് കഴിയാം. കുട്ടികൾക്ക് ഓണാക്കെ ഇപ്പം ഓഫിലുള്ളത്. മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ. എന്താ എന്താ ടോപ്പിക് ആരെങ്കിലും കണ്ടിരുന്നോ? ആരും കണ്ടിട്ടില്ലേ? അല്ലാഹു അക്ബർ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി അതവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം, വഴിയെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എല്ലാവരോടും. അല്ല എവിടെയുള്ളത്? ചെറിയ കുട്ടികളോട് ചോദിക്കണ പോലെ ചോദിക്കട്ടെ. വെർ ഈസ് അല്ലാഹ്? ഒന്ന് ആരാ പറയാ? യെസ്, ആരാ പറഞ്ഞു? ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിൽ. ഓക്കെ, മാഷാഅല്ലാ. അള്ളാഹു അർശിന് മുകളിലാണ് ഉള്ളത്. അള്ളാന്റെ അർശിന്റെ മുകളില് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതാർക്കാ അറിയാം? അതാരാ പറയാൻ ആൻസർ? അള്ളാന്റെ അർശിന്റെ മുകളില് എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? ആരോ ഉമ്മാനോടൊക്കെ ചോദിക്കണ്ടല്ലോ മുഹമ്മദ്. ഉത്തരം കിട്ടിയില്ല? ജയാന്റെ മുഖം കാണുന്നില്ലല്ലോ. അവിടെ കണ്ടോ മൊബൈൽ? ഓക്കെ, എന്താണ് എഴുതിയിരിക്കുന്നത്? നെയ്റ മൊലിമ,
എന്റെ ടൈം എത്രയാണ്? എത്ര സമയം എനിക്ക് സംസാരിക്കാൻ പറ്റും? ഒരു 2:30 വരെ. 2:30 വരെ. ഓക്കെ, മാക്സിമം അല്ലേ? ഓക്കെ, ജസാക്കല്ലാഹ് ഖൈർ. പിന്നെ ഞാൻ അത്രയൊന്നും സംസാരിക്കില്ല കേട്ടോ, നീ പേടിക്കണ്ടേ. പറഞ്ഞിട്ട് പേടിക്കണ്ട ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ എന്താണ് അള്ളാന്റെ അർശിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്? ആർക്ക് കിട്ടിയില്ല ആൻസർ? ഞാൻ പറയാം. എന്താണ്? യെസ് യെസ്. ആരാണ് ഹംദാൻ? ഹംദാൻ മൈക്ക് ഓൺ ചെയ്തേ. ഹംദാന്റെ ക്യാമറ, ഹംദാൻ എന്ന് കാണട്ടെ. ക്യാമറ വർക്ക് ആണല്ലേ? യെസ്. ഹംദാൻ എന്താ ആൻസർ തന്നത്? Indeed, my mercy proceeds. യെസ്. ഇന്ന റഹ്മതി സബഖത് ഗദബി. തീർച്ചയായും എന്റെ കാരുണ്യമാണ് എന്റെ കോപത്തേക്കാൾ അധികരിച്ച് നിൽക്കുന്നത് എന്ന്. മനസ്സിലായോ? നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ്? അള്ളാഹ് നമ്മളോട് ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര കാരുണ്യമുള്ള റബ്ബാണോ, അതോ നമ്മളെ ഖബറിൽ കിടത്തിയിട്ട് അള്ളാഹ് അവിടെ നമ്മളെ ശിക്ഷിക്കും, പരലോകത്ത് അള്ളാഹ് നമ്മളെ ചൂടത്ത് നിർത്തും, പിന്നെ ഒരുപാട് പണിഷ്മെന്റ്സ്, ഇങ്ങനെയാണോ ഉള്ളത് നിങ്ങളുടെ മൈൻഡില്? ഏതാ നിങ്ങളുടെ മൈൻഡ്, എല്ലാവരുടെയും മൈൻഡിലുള്ളത്? അള്ളാഹ് ഭയങ്കര സ്നേഹമുള്ള റബ്ബാണെന്നാണോ, അതോ അള്ളാഹ്ക്ക് ഭയങ്കര കോപാണെന്നാണോ? എന്താ അള്ളാന്റെ അർശിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്? എന്താ അതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അള്ളാന്റെ മേഴ്സിയാണ് അല്ലെ, അള്ളാന്റെ കാരുണ്യമാണ് മുൻഗണന നിൽക്കുന്നത് അല്ലെ. അള്ളാന്റെ റഹ്മത്താണ് അള്ളാന്റെ കോപത്തേക്കാൾ മുൻഗണന നിൽക്കുന്നത്. മാഷാ അള്ളാഹ്. ഇനി നിങ്ങൾ അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പഠിക്കുന്നില്ലേ ഔലാദിലെ കുട്ടികള്? നിങ്ങൾക്ക് റമദാന്റെ റമദാൻ പോസ്റ്റ് ചെയ്ത് തന്നിരുന്നില്ലേ? ഓക്കെ, അതിന്ന് അള്ളാന്റെ എത്ര നെയിംസ് നിങ്ങൾ പഠിച്ചു? 99 പഠിച്ചോ? 99 ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ. ഓക്കെ, കുറച്ച് അള്ളാന്റെ നെയിംസും അതിന്റെ മീനിങ്സും ഒന്ന് പറഞ്ഞു എല്ലാവരും. അറിയുന്ന ആൾക്കാർ ഓരോന്ന് പറ. നിങ്ങൾക്ക് അറിയുന്നതൊക്കെ പറഞ്ഞു. അർ-റഹ്മാൻ അല്ലെ, മെർസിഫുൾ. ദെൻ Ar-Rahim, most gracious. الملك ماما القدوس സലാം. المؤمن المهيمن العزيز الجبار ماما عزيز متكبر عزيز جبار مجيد. متكبر متصور الحي قهار ഈ പേരുകൾ ജസാക്കല്ലാഹ് ഖൈർ. മതി. ഈ പേരുകളിൽ നിന്നൊക്കെ നമുക്ക് അള്ളാഹിനെ കുറിച്ച് എന്താണ് മനസ്സിലാകുന്നത്? അള്ളാഹ് എവിടെയെങ്കിലും ഇതിലെ അള്ളാഹിന്റെ ഭയങ്കര ദേഷ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അള്ളാഹിന്റെ ക്വാളിറ്റീസ്, അള്ളാഹ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിക്കുന്ന അള്ളാഹിന്റെ ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ കൂടുതലും അള്ളാഹിന്റെ കാരുണ്യം, അള്ളാഹിന്റെ സ്നേഹം അല്ലെ, അള്ളാഹിന്റെ ലത്തീഫാണ്. അള്ളാഹ് എന്താണ്? അൽ-വദൂദാണ്, റഹ്മാനാണ്, റഹീമാണ്. ഇങ്ങനെ അള്ളാഹിന്റെ സ്നേഹത്തിനെ കുറിച്ച് മാത്രമാണ് അള്ളാഹിന്റെ പേരുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അള്ളാഹിന്റെ ക്വാളിറ്റീസ്, അസ്മാഉ സിഫാത്ത് എന്ന് പറയുമ്പോൾ തന്നെ നെയിംസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആണ് അല്ലെ. അള്ളാഹിന്റെ ക്വാളിറ്റീസും അതിനകത്ത് പറയുന്നുണ്ട്. മാഷാ അല്ലാഹ്. പക്ഷെ ചില ആളുകൾ നിങ്ങൾ കേട്ടിട്ടല്ലോ, അള്ളാഹ് പറഞ്ഞ സമയത്ത് ഈവൻ ചില നമ്മുടെ പൊതുവേ ഉള്ള സമൂഹത്തിന്റെ ഒരു വിശ്വാസം എന്ന്, അല്ലെങ്കിൽ എന്താ മോസ്റ്റ്ലി നോൺ മുസ്ലിംസിനൊക്കെ ഒരു വിചാരമുണ്ട്, അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ടെററിസം പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ഭയങ്കര കോപമാണ്. അങ്ങനെയാണോ? അല്ല എന്നുള്ളത്, ഇനി നിങ്ങൾക്ക് ഒരാള് വന്നിട്ട് വോട്ട് ഇസ് ഇസ്ലാം എന്നോ ആരാണ് അള്ളാഹ് എന്ന് ചോദിച്ചാലോ അള്ളാഹിന്റെ നെയിംസ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. മനസ്സിലായോ? ഓക്കെ, ഈ റബ്ബ് അള്ളാഹ് നമ്മളെ ഓരോരുത്തരെയും, ഇപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ റമദാൻ മാസത്തിലാണല്ലേ ഉള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ റമദാൻ മാസം എന്ന് പറയുമ്പോ പഠിച്ചോനെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് ഫുള്ള് പട്ടിണി കിടന്ന് ഈ ചൂടിൽ നിൽക്കുമ്പോ ഇങ്ങനെ നമ്മളെ നിർത്തിയിട്ട് ഇബാദത്ത് ചെയ്യിപ്പിക്കലാണോ, ഇതാണോ കാരുണ്യം എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? No. നോ.
അല്ല അങ്ങനെ നമുക്ക് അല്ല ശരിക്കും റമദാൻ നമുക്ക് തന്നത് കാരുണ്യത്തിന്റെ മാസമായിട്ടാണ് അല്ലെ. ആ ഒരു മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന് തന്നെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നരകത്തിന്റെ വാതിലുകൾ അള്ളാഹു അടച്ചിട്ടു, സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ നോമ്പെടുക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മളുടെ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, റഹിമഹുല്ലാഹ് പറഞ്ഞു, hunger and thirsty makes desires weak, pride softens and heart become humble, humility brings closeness to Allah. സുബ്ഹാനല്ലാഹ് നമ്മളുടെ ദാഹവും വിശപ്പും ഒക്കെ നമ്മൾ സഹിക്കുന്ന സമയത്ത് നമ്മളുടെ ദേഹേച്ഛകളൊക്കെ ഭയങ്കരമായിട്ട് വീക്കാവും, ദുർബലമാവും. അതേപോലെ തന്നെ നമ്മുടെ അഹങ്കാരവും കിബുർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഒരു വീക്ക്നെസ് വരും. പിന്നെ നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര ഒരു വിനയം വരും. ഇതൊക്കെ നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? നമ്മള് ഭക്ഷണവും വെള്ളവും നമ്മൾ വർജിച്ചപ്പോഴാണ്. അള്ളാഹ് നിങ്ങൾ കഴിക്കണ്ട എന്ന് പറഞ്ഞ സമയത്ത് നമ്മളുടെ ഒരുപാട് നമുക്കൊക്കെ അറിയാം, നമ്മളും അള്ളയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. സുബ്ഹാനല്ലാഹ് ചില ആളുകൾക്ക് ഇപ്പോഴും നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാരുണ്യവാനായിട്ടുള്ള റബ്ബാണ്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന റബ്ബാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണല്ലേ. ആ അള്ളാഹുവിനായിട്ടുള്ള ഒരു പ്രോപ്പർ കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ആ കണക്ഷൻ കിട്ടിയ ആളുകൾക്ക് ചിലപ്പോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിച്ച് ആ കണക്ഷൻ ചിലപ്പോൾ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ടാവും. അള്ളാഹുടെ പ്രോപ്പർ നമ്മള് നിസ്കരിക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ടാവും, ചിലപ്പോൾ നിസ്കരിക്കാതെ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ പല തെറ്റുകളിലും വീണ് പോയിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് അള്ളാഹ് എന്ന് ആലോചിക്കുന്ന സമയത്ത് അള്ളാഹ് ശരിക്കും നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? സുബ്ഹാനല്ലാഹ് ഒരു കഥയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് ഒരു യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല, അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും കേട്ടോ. ഇൻഷാല്ലാഹ് എന്തായാലും അറിയുന്നവർക്ക് അതൊരു ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്, അറിയാത്തവർക്ക് അതൊരു നോളജ് ആവും ഇൻഷാല്ലാഹ്. അപ്പൊ ഒരു യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധം കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഓടി നടന്നിട്ട് അവരുടെ കുട്ടീനെ അന്വേഷിക്കുന്നുണ്ട്. ആ കുട്ടീനെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് ഒരു യുദ്ധമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു കൂടെയുള്ള ഒരു ഫ്രണ്ടിനെയോ നമ്മുടെ സിബ്ലിങ്ങിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാനെ ഉമ്മാനെ കാണാതെ ആയി കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥകൾ ആലോചിച്ചിട്ട് ഇതൊരു യുദ്ധം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പൊ ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാണ്ടാണ് ആ ഉമ്മ തിരയുന്നത്. അപ്പോ ഈ ഉമ്മ അവലാതിപ്പെട്ടി നടക്കുകയാണ്. ഈ ഉമ്മാന്റെ കുട്ടീന്റെ അതേപോലത്തെ കുട്ടികളെയൊക്കെ കാണുന്ന സമയത്ത് ആ കുട്ടികളെയും വാരി കെട്ടിപ്പിടിച്ച് അങ്ങനെ ഓടി നടന്ന് നോക്കുന്നുണ്ട് ഈ കുട്ടീനെ കാണാതെ. അങ്ങനെ അൽഹംദുലില്ലാഹ് ലാസ്റ്റ് ഉമ്മാക്ക് ഈ കുട്ടീനെ കിട്ടുകയാണ്. ഈ കുട്ടീനെ കിട്ടിയ സമയത്ത് ആ ഉമ്മാന്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ആ ഉമ്മ കുട്ടീനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് സഹാബാക്കളോട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഉമ്മ ഇത്രയും സ്നേഹമുള്ള ഈ ഒരു ഉമ്മ ഈ കുട്ടീനെ നരകത്തിൽ ഇടുമെന്ന്? അപ്പൊ അവര് പറയും, ഇല്ല റസൂലുള്ളാഹി ഒരിക്കലും ഇല്ല. ഈ ഉമ്മ കുട്ടീനെ തീയിലിടുവോ? ഈ ഉമ്മാനോട് ഈ കുട്ടീനെ തീയിലേക്ക് എറിയാൻ പറഞ്ഞ ഉമ്മ എറിയോ? എറിയില്ല, ഉമ്മ ഇടില്ല. അപ്പൊ ഇതിനേക്കാൾ ഇഷ്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മളെ ഓരോ മാം അത് 1% അള്ളാഹ്സ് മേഴ്സിയാ. യെസ് ഈവൻ അതും ഇത്രയും കാണിക്കുന്ന ഈ ഒരു കാരുണ്യത്തെ കുറിച്ച് ഇപ്പൊ ആദ്യം അവിടെ പറഞ്ഞത് അള്ളാന്റെ കാരുണ്യത്തെ നമ്മള് ഒരു 100 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു 1% തന്നെയാണ് ഈ ലോകത്ത് അള്ളാന്റെ കാരുണ്യത്തിന്റെ അള്ളാഹ് ഈ ഭൂമിയിൽ വർഷിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മളോട് കാണിക്കുന്ന സ്നേഹവും സർവ്വചരാചരങ്ങൾ എല്ലാ ജീവികളും അതിന്റെ കുട്ടികളോട് കാണിക്കുന്നതും ആരൊക്കെ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ടോ ഇതെല്ലാം അള്ളാന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അപ്പൊ ഈ നേരത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സ്റ്റോറിയില് ആ ഉമ്മ ഒരിക്കലും ഇത്രയും സ്നേഹിക്കുന്ന കുഞ്ഞിനെ തീയിലിടാത്തതിനേക്കാൾ എത്രയോ സ്നേഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മളോട് ഓരോരുത്തരോടും എല്ലായ്പ്പോഴും. ഓക്കെ, അപ്പോ
ഈ എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് നമുക്ക് ഞാൻ റഹ്മാനാണ്, റഹീമാണ്, ഞാൻ വദൂദാണ്, മീൻസ് ഒരുപാട് അള്ളാഹിന്റെ ക്വാളിറ്റീസ്. അൽ വദൂദ് എന്ന് പറയുന്ന ആ നാമത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലെ? നമുക്കൊരു സ്വാർത്ഥത ഉണ്ടാവില്ലേ ഇതിനകത്ത്? ഒരു സിസ്റ്റർ ജസാക്കല്ലാഹ് ഖൈർ. അപ്പോ എന്താ പറയാ, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്വാർത്ഥത ഉണ്ടാവില്ല, ഒരു സ്വാർത്ഥമായിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ള, അല്ലെങ്കിൽ കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്നേഹമായിരിക്കും അല്ലെ? അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അള്ളാഹ് നമ്മളെ സ്നേഹിക്കുമ്പം സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര അത്ഭുതകരമായിട്ടൊരു അവസ്ഥയാണ്. അള്ളാഹ് നമ്മളെ എന്തിനാ സ്നേഹിക്കുന്നത്? അള്ളാഹ് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അതാണ് അള്ളാഹ് സെൽഫ് സഫിഷ്യന്റ് ആണ്, എന്നിട്ടും അള്ളാഹ് സ്നേഹിക്കാണ്. അതും ആ സ്നേഹത്തിന്റെ ആഘാതം നിങ്ങൾ നോക്കൂ, എത്രമാത്രമാണെന്ന് ആ ഉമ്മാന്റെ സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണില്ല എത്രമാത്രം അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈമാൻ കാര്യങ്ങളിലെ നമ്മുടെ ഇസ്ലാം കാര്യങ്ങളിൽ ഫോർത്ത് പില്ലർ ആയിട്ടുള്ള ഫാസ്റ്റിംഗ് നമുക്ക് തന്നത് അല്ലെ? അപ്പോ ഇപ്പം ഇമാം ഗസാലി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് the merits of fasting is not in its hunger as the merits of medicine is not in its bitterness. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫാസ്റ്റിങ്ങിന്റെ, നമ്മൾ നോമ്പ് എടുക്കുന്നതിന്റെ ഒരു മെറിറ്റ്, അതിന്റെ ഒരു ഉപകാരം. ഫാത്തിമ എന്നുള്ള ഐഡിയയിൽ ആരാളുള്ളത്? മോന്റെ പേരെന്താ? ഫഹദ് എന്നാണ്. അല്ല, ഫഹദ് അല്ല, മുഹമ്മദ്. മുഹമ്മദ്. മുഹമ്മദ് ശരിക്കും ശ്രദ്ധിച്ചിരിക്കട്ടെ മോനെ, ശരിക്കും. അപ്പൊ ഇമാം ഗസാലി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? നമ്മളുടെ ഈ നോമ്പിന്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പട്ടിണി എടുക്കുന്നതിലല്ല. എങ്ങനെ ഒരു മരുന്ന് കഴിക്കുമ്പോൾ, ഒരു മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നല്ല മധുരമാണ് ഉണ്ടാവുക, കയ്പ്പല്ല ഉണ്ടാവുക. പക്ഷെ എന്നിട്ട് നമ്മൾ അത് കഴിക്കില്ലേ? എന്തിനാണ്? ആ മരുന്ന് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന അതിന്റെ ബെനിഫിറ്റ് ആലോചിച്ചിട്ടില്ല, അതുകൊണ്ടുള്ള ഉപകാരം ആലോചിച്ചിട്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പട്ടിണി കിടക്കുമ്പോഴും നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാരുണ്യവാനായിട്ടുള്ള റബ്ബ് നമുക്കിത് തന്നത്. ഇതാണ് ഞാൻ തന്ന ടോപ്പിക് എന്ന് പറയുന്നത്, മാസ്റ്ററി ഓവർ ദ സെൽഫ് എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ, നമ്മളുടെ മാസ്റ്റർ, നമുക്ക് നമ്മളുടെ ഒരു കൺട്രോൾ വേണം. മാസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കൺട്രോൾ, നമ്മൾക്ക് ചില ആളുകൾ പറയും, അതായത് വോട്ട് ഐ ആം ആൻഡ് വോട്ട് ഐ ഇന്റന്റ് ടു ബി. ഞാനിപ്പോ എന്താണോ, പക്ഷെ ഞാൻ എന്നെ കുറിച്ച് എനിക്ക് ഇങ്ങനെ ആകണം എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മളിപ്പോ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ എത്ര നമ്മൾ നല്ല കുട്ടിയാണോ, ചീത്ത കുട്ടിയാണോ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്താണ്, എന്തൊക്കെ കഴിവുകളില്ല, നമുക്ക് എന്തൊക്കെ പോരായ്മകളാണ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളിൽ തന്നെ ബെറ്റർ ആകണം, എനിക്ക് നല്ല ക്വാളിറ്റീസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ നല്ല ക്വാളിറ്റീസിലേക്ക് നമ്മളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക. അതല്ലെങ്കിൽ നമ്മളുടെ അപ്പൊ ചില ആളുകൾക്ക് മ്യൂസിക് കേൾക്കുന്നത് തെറ്റാണെന്ന് അറിയാം, പക്ഷെ പിന്നെ ഒഴി അതിൽ വീണ് പോകും. പക്ഷെ അങ്ങനെ വീണ് പോകാതെ നമ്മൾ തന്നെ മാസ്റ്ററി ചെയ്ത് നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരവസ്ഥ. ഓക്കെ, ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ഇതിനെ റമദാൻ നമ്മളെ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. ഇനി അതായത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, ഡിസയേഴ്സ് ആൻഡ് അഡിക്ഷൻസ് എല്ലാം. നമുക്ക് ഓരോരുത്തർക്കും ദേഹേച്ഛകളും അഡിക്ഷനും ഉണ്ടാവും. നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ എന്നല്ല, കോമൺലി ഉള്ള കുറച്ച് അഡിക്ഷൻസ് പറയാൻ പറ്റുമോ? ആളുകൾ എന്തിനൊക്കെയാണ് അഡിക്റ്റ് ആയിട്ടുള്ളത്? പൈസ. എന്താ മോനെ? പൈസ. ഓക്കെ. പൈസന്റെ പുറകെ ഫുട്ബോൾ. ഫുട്ബോൾ,
അതിപ്പോ കോമൺ ആയിട്ട് നമ്മൾ എന്തൊക്കെ പറയാം, ആൽക്കഹോൾ അല്ലെ, മദ്യത്തിന് അടിമയായിട്ടുള്ള ആളുകള്, ഡ്രഗ്സ് അല്ലെ, ലഹരി. സോഷ്യൽ മീഡിയ, ഫോണ്. വെരി ഗുഡ്. ഫോണിനോട് അഡിക്ഷൻ ഉള്ളത് സുബ്ഹാനല്ലാഹ് ഭയങ്കര വലിയ അഡിക്ഷൻ ആണ് അത്. ഓക്കെ, Smoking. സ്മോക്കിംഗ്. ഓക്കെ, മാഷാഅല്ലാഹ് വെരി ഗുഡ്. പിന്നെ ഡ്രഗ്സ്. ഓക്കെ, Gaming. ഗെയിമിംഗ്. വെരി ഗുഡ്. പിന്നെ Smoking. സ്മോക്കിംഗ്. ഓക്കെ, സ്മോക്കിംഗ് പറഞ്ഞതാണ്. ഓക്കെ, ഇങ്ങനെ സോഷ്യൽ മീഡിയയോട് ഒരുപാട് വേപ്പിംഗ്, വേപ്പിംഗ്, എനിക്ക് മനസ്സിലായില്ല. വേപ്പിംഗ്, വാട്ട് ഇസ് ദാറ്റ്? എന്താ E-cigarette. സിഗരറ്റ് സ്മോക്കിംഗ്? അത് പറഞ്ഞിരുന്നു. ഈ ടുബാക്കോ തന്നെ സ്മോക്കിംഗ് ടൈപ്പ് ഓഫ് ടുബാക്കോ ഉണ്ട്, ചൂയിങ് ടൈപ്പ് ഓഫ് ടുബാക്കോ കണ്ടിട്ടില്ലേ? വായിലൊക്കെ വെക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അതെന്താ ആദം? ഐ ഡോണ്ട് നോ ദാറ്റ്. chewing gum, ചൂയിങ്. ടീച്ചർ വേപ്പ് എന്ന് വെച്ചാല് E-cigarette. വേപ്പ് എന്ന് വെച്ചാൽ E-cigarette. വെയ്പ്പിംഗ് എന്ന് പറഞ്ഞാൽ സിഗരറ്റ് ആണെന്നോ? E-cigarette. എങ്ങനെ എങ്ങനെ ഇലക്ട്രോണിക്. ഇലക്ട്രിക് ആണ്, സാധനം ഇലക്ട്രിക് ആണ്. കുറച്ചുകൂടി ഒരു മോഡിഫൈഡ് ഫോം ഓഫ് സിഗരറ്റ് അല്ലേ? സ്മോക്കിംഗ് തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി ഓക്കെ. പല തരത്തിലുള്ള ഷേപ്പിലുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്മോക്കിങ്സ് ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളോട് ആളുകൾ അഡിക്റ്റഡ് ആയിട്ടുണ്ടാവും അല്ലെ? സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അതിൽ നിന്ന് നിങ്ങളൊക്കെ ഫോണിന് അഡിക്റ്റ് ആണോ? ഗെയിംസ്, ഫുൾ ടൈം ഫോൺ, അങ്ങനാണോ? ഇനി ഉമ്മമാരോട് തല്ലുകൂടിയിട്ട് ഫോൺ വാങ്ങിച്ച് ഫുൾ ടൈം അല്ലെങ്കിൽ വീട്ടില് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഫോൺ എടുത്തിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് നല്ലൊരു ടൈമാണ് റമദാൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മള് മക്കളെ ഒരിക്കലും ലൈഫ് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറേ നേരം നമ്മള് ഫോണിലിരുന്ന് ഒരു ഉപകാരമില്ല. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമുക്ക് പ്രഷ്യസ് ആണ്. അത് നിങ്ങൾ അറിവുകൾ നേടുക, അതേപോലെ തന്നെ ഖുർആൻ ഓതാനും അതിലെന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും, ഇങ്ങനെയാണ് നമ്മൾ സമയം നമ്മൾ ബെനിഫിഷ്യൽ ആക്കണം കേട്ടോ. അതല്ലാണ്ട് ഈ പറയുന്ന പോലത്തെ ഒരുപാട് അഡിക്ഷൻസിന് അടിമപ്പെട്ട് ഇങ്ങനത്തെ ചീത്ത സാധനങ്ങളുടെ, അതല്ലാണ്ട് മൊബൈലിനാണെങ്കിലും ശരി, ഇനി പറയുന്ന മോശപ്പെട്ട പല സാധനങ്ങളുണ്ട്. ഇതിനൊന്നും കൂട്ടുനിൽക്കുകയോ ഇതിനൊന്നും ഉൾപ്പെടുകയോ ചെയ്യരുത് മക്കളെ. ഒരു തരത്തിൽ നിങ്ങൾ ആൺകുട്ടികളാണ്, സമൂഹത്തിൽ ഇറങ്ങി നിങ്ങൾ ഓരോ കാര്യത്തിനും വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ഇതിലൊന്നും ചില കുട്ടികളൊക്കെ അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ വിചാരം ആണുങ്ങളായാൽ ഇങ്ങനെയൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വേണം. അസ്തഗ്ഫിറുല്ലാഹി വതൂബു ഇലൈഹി. ഇത് എത്ര വലിയ തെറ്റാണ്. ഒരു തരത്തിലുള്ള അഡിക്ഷൻസും ഇല്ലാണ്ട് അള്ളാന്റെ ഇതിന്റെ ഒന്നും അടിമയാകാതെ അള്ളാന്റെ മാത്രം അടിമയാണ്. സോ പവർഫുൾ ആയിട്ടുള്ള, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള അള്ളാന്റെ, അതല്ലാണ്ട് ഇങ്ങനത്തെ വൃത്തികെട്ട സാധനങ്ങളുടെ ഹറാമാക്കിയിട്ടുള്ള നമ്മളെ സ്വയം, നമ്മളുടെ ആരോഗ്യത്തെയും നമ്മുടെ മാനസിക നിലയെയും നമ്മളുടെ ബന്ധങ്ങളെയും, ഉമ്മയുപ്പയായിട്ടുള്ള ഈ പറയുന്ന അഡിക്ഷൻസ് ആണെങ്കിലും നിങ്ങൾ ആലോചിച്ചു, ഇതിലൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകള് ഇവരുടെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രശ്നമായിരിക്കും, ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ പ്രശ്നമായിരിക്കും, സിബ്ലിങ്സ് തമ്മിൽ പ്രശ്നങ്ങളും അടികളും ഉണ്ടാവും. ഫോണിലൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉപ്പയമ്മയും പറയണമെന്നൊന്നും കേൾക്കില്ല, അവർക്ക് ഫോൺ വേണം. സിബ്ലിങ്സിനോട് അടിയായിരിക്കും. ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഫോണ് കണ്ട് ഇതിനകത്തുള്ള പല കാര്യങ്ങളും പഠിക്കും, പല തെറ്റായിട്ടുള്ള കാര്യങ്ങളും ശൈത്താൻ അതിലൂടെ വന്ന് ശരിയാണെന്ന് പഠിപ്പിക്കും. പക്ഷെ ഇങ്ങനെ നമ്മളപ്പോ ആരുടെ സ്ലേവ് ആണ് ആവുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളുടെ അടിമയായി മാറുകയാണ്. ഈ അള്ളാഹ് ഹറാമാക്കിയിട്ടുള്ള അത്രയും മ്ലേച്ഛമായ വൃത്തികെട്ട വസ്തുക്കളുടെ അടിമയായിട്ടാണ് നമ്മൾ മാറുന്നത്.
ഒരിക്കലും അങ്ങനെ പാടില്ല. പിന്നെ ചില ആളുകൾക്ക് ഇത് മനസ്സിലാവും ഇത് തെറ്റാണെന്ന്, പക്ഷെ അതൊന്നും അപ്പോഴും പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ. ഇതിലെ ഏത് ടൈപ്പ് ഓഫ് കാര്യമാണെങ്കിലും, അത് ചെറിയ രീതിയിലായിക്കോട്ടെ വലിയ രീതിയിലായിക്കോട്ടെ, നമ്മൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ആവശ്യത്തിന് കാണുക, നമ്മൾ മനസ്സിലാക്കുക, അറിവുകൾ നേടുക, നമുക്ക് ഹലാലായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അതിനുശേഷം കൂടുതൽ സമയങ്ങൾ ഫോണിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാവരുത്, അതിനടിമപ്പെടരുത്. ഈ റമദാൻ നിങ്ങൾ അതിന് യൂസ് ചെയ്യുക. അത് വേണ്ട ടൈം. റമദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ അമല് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൂലി കിട്ടുന്ന മാസമാണ്. ഒരു ഓഫറിന്റെ ബന്ധാണ് അല്ലെ റമദാൻ അല്ലെ. ചെറിയ കാര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫ്രണ്ടിനോ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഒന്ന് സദക്ക ചെയ്യാം. നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ കൊടുക്കുക. നിങ്ങൾ സ്വയം ഒന്ന് നമ്മളൊന്ന് ചിരിക്കുക. ഇനി ഞാനൊരു കാര്യം, അതായത് കുട്ടികളെ കണ്ട് ചിരിക്കുക, സലാം പറയുക. മാഷാ അല്ലാഹ്. നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ നിസ്കരിക്കാറുണ്ടോ എല്ലാവരും? യെസ്. ഇപ്പൊ നാട്ടിലൊക്കെ ചിലപ്പോ അവിടെ നമസ്കരിക്കാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ നമസ്കരിക്കാതിരിക്കുന്ന കുട്ടികളുണ്ട്. ഇതിൽ ഹംദാൻ ജോയിൻ ചെയ്തിട്ടുണ്ടാവോ? ഹംദാൻ ബിൻ റാഷിദ്. ഹംദാൻ ബിൻ റാഷിദ് ആണ്. അമീൻ ഇല്ല. ഓക്കെ, അപ്പം ആ ഹംദാനെ ഞാൻ വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഹംദാൻ മാഷാ അല്ലാഹ് അവന്റെ സ്കൂളിൽ അവനെ നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല. അവന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ സ്റ്റിൽ അവൻ എന്ത് ചെയ്യും, അവിടെ ഏതെങ്കിലും ഒരു പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് നമസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോ അത് കണ്ടിട്ട് മറ്റുള്ള കുട്ടികളും നമസ്കരിക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. അതിനെക്കുറിച്ച് ഒരുപാട് അവന് പറയാനുണ്ട്, പക്ഷെ അവൻ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളും നമസ്കരിക്കാൻ സൗകര്യമില്ലാത്തവരാണ്. നമ്മൾ എവിടെയെങ്കിലും നമ്മളൊരു പ്രയർ മാറ്റ് കൈ പിടിക്കുക. നിങ്ങൾ ബോയ്സ് അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വുദു ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എവിടെ നിന്നിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റും. ഒരു കാരണവശാലും ഒരു നമസ്കാരം ഒഴിവാക്കരുത് മക്കള്. കാരണം അള്ളയാണ് നമുക്ക് സ്വർഗം തരാൻ പോകുന്നത്. നമ്മള് നമസ്കരിച്ചാലും നമസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പെടുത്താലും നോമ്പെടുത്തിട്ടില്ലെങ്കിലും നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് പോകും. അതിന് ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയുന്നവര് ഓൾറെഡി അള്ളാഹ് പറഞ്ഞു വെച്ചിട്ടില്ല, ഇന്നദീന ഇസ്ലാം, അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. നമ്മള് അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ രീതിയിൽ ജീവിച്ച് ചെല്ലുന്നവരെയാണ് വിജയിച്ചുള്ളൂ. നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഡിസയേഴ്സിനനുസരിച്ച് നമ്മളുടെ ദേഹേച്ഛകൾക്കനുസരിച്ച് ജീവിച്ച് നമ്മൾ അള്ളാഹിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അള്ളാഹു ഖുർആനിൽ നമ്മളോട് എങ്ങനെയാണ് ജീവിക്കണം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ഗൈഡ് ലൈൻ തരുന്നതാണ് ഖുർആൻ. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവനാണ് നമ്മൾ വിജയിക്കുക. അള്ളാഹുവിന്റെ നമുക്ക് സ്വർഗം ഉണ്ടാവാൻ ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ഒരു രീതിയിൽ ജീവിക്കാനും നിസ്കരിക്കാൻ ആ കറക്റ്റ് സമയത്ത് നമസ്കരിക്കുക. ചില കാര്യങ്ങളോട് നോ എന്ന് പറയാൻ, ഈ പറയുന്ന പല രീതിയിലുള്ള അഡിക്ഷൻസ് ആണെങ്കിലും എന്തിനോടും തെറ്റായ കാര്യങ്ങളോട് നോ എന്ന് പറയാനും നിങ്ങൾ ആൺകുട്ടികൾക്ക്, പുരുഷന്മാരെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ആവേണ്ടത്. അതല്ലാതെ മറ്റ് ഡ്രഗ്സിനോ ആൽക്കഹോളിനോ സിഗരറ്റ്സിനോ ചൂയിങ് ടൊബാക്കോ ഇതിനൊന്നും അടിമപ്പെട്ട് തോന്നിയ പോലെ നമസ്കരിക്കാതെ എന്താ പറയാ ഒരു അച്ചടക്കവും ജീവിതത്തിൽ ഇല്ലാതെ കുറെ മൊബൈൽ കണ്ട് കുറെ എന്തൊക്കെയോ കളിച്ച് ആർക്കോ വേണ്ടി ജീവിച്ച് എന്തൊക്കെയോ ആയി മരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അല്ലാതാക്കട്ടെ. അങ്ങനെ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ അവന് സെൽഫ് കൺട്രോൾ വേണം. ആ സെൽഫ് കൺട്രോൾ നമ്മൾ മാസ്റ്റർ ചെയ്ത് നമ്മൾ നേടിയെടുക്കേണ്ട സമയമാണ് ഈ റമദാൻ. ഈ റമദാൻ 18 ഇന്ന്. ഗൾഫിലുള്ളവർക്ക് 19 ആയിട്ടുണ്ടാവും. റമദാൻ 18 നമുക്ക് എത്രത്തോളം നമ്മളുടെ മേലിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ റമദാനിന് പുറത്തത് ഒന്നും കൂടി ഹാർഡായിരിക്കും. നമുക്ക് നമസ്കരിക്കുന്നവനാണ് നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അള്ളാനെ കുറിച്ച് പറഞ്ഞതില്ലേ, നമുക്ക് എല്ലാം തരുന്നതാണ്. നമുക്ക് കണ്ണും മൂക്കും ഒരു സമയത്ത് നമ്മൾ എത്ര വട്ടം കണ്ണടച്ച് നമ്മളെ തുറക്കുന്നു, ഇതൊന്നും നമ്മൾ എത്ര വട്ടം നമ്മൾ ശ്വസിക്കുന്നു, ഇതെല്ലാം അള്ള അറിയുന്നുണ്ട്. അള്ള നമുക്ക് അറിഞ്ഞു തന്ന തന്നെയാണ്. നമ്മൾക്ക് ഉപ്പാനി ഉമ്മാനി എല്ലാം തന്ന അള്ള. ഈ അള്ളാനെ തൃപ്തിപ്പെടുത്തി അള്ള പറയുന്നിടത്ത് നിൽക്കാനുള്ള ഒരു ശക്തി, അവനാണ് ശരിക്കും പറഞ്ഞ പുരുഷൻ. സ്ട്രോങ് ആയിട്ടുള്ള മാൻ. പുരുഷൻ എന്ന് പറയുന്നത് അവിടെയാണ്. അങ്ങനത്തെ സ്ട്രോങ് ആണുങ്ങളാവാൻ നിങ്ങൾക്ക് പറ്റണം. സത്യത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റണം.
ശരിയും തെറ്റും വരുന്ന സമയത്ത് തെറ്റ് ചെയ്തത് സ്വന്തം വാപ്പയാണെങ്കിലും വാപ്പ അത് ചെയ്ത കാര്യം എന്റെ ഉപ്പ തന്നെയാണ്, പക്ഷെ ചെയ്ത കാര്യം തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. സത്യം എവിടെയാണുള്ളത്? സത്യത്തിന്റെ കൂടെ നിൽക്കണം. നുണ വെറുതെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ നുണ പറയുന്നവരാവരുത് നിങ്ങൾ ആൺകുട്ടികള്. മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ആവാൻ പാടില്ല. സത്യം എവിടെയാണോ അതിന്റെ കൂടെ നെഞ്ഞി വിരിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. തെറ്റിനെ ചെറുക്കാൻ, ഒരാള് തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നോ അത് ചെയ്യലടാ, അത് ചെയ്യാൻ പാടില്ല, അത് നീ ചെയ്യുന്നത് തെറ്റാണ്, നിനക്ക് നിന്റെ റബ്ബിന്റെ മുമ്പിൽ അത് തെറ്റാണ്, നീ നിന്റെ ശരീരത്തിനോടും ചെയ്യുന്നത് തെറ്റാണ്. നല്ല കുട്ടികളാണോ, ഡിസിപ്ലിൻ ഉള്ള കുട്ടികളാണോ, ജീവിതത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി ജീവിക്കണോ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഇങ്ങനെ അള്ളാഹ് പറയുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന സ്ട്രോങ് മുസ്ലിം ആവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. എസ്പെഷ്യലി ഖുർആൻ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞു, വെറുതെ കണ്ട് ആർക്കോ വേണ്ടി സമയം കളഞ്ഞ് ആർക്കോ വേണ്ടി നിസ്കരിച്ച്, സുബ്ഹാനല്ലാഹ്, ഇസ്ലാം ബ്യൂട്ടിഫുൾ ആണ്, ഈ മതം ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളിന്ന് ശരിക്കും ഓരോ ആയത്ത് പഠിക്കുമ്പോഴും അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് പഠിക്കലല്ല, മനസ്സിലാക്കലാണ്. അള്ളാഹിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇന്ന് ഇത്രയും സ്നേഹിക്കുന്ന ഒരു റബ്ബുണ്ടോ? ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളുടെ ഓരോ ഹൃദയങ്ങളും ശാന്തമാകുന്നത് അള്ളാഹുവിന്റെ ഓർമ്മകളിലാണ്. നിങ്ങൾ കുറച്ചു നേരം പള്ളിയിലൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ അദ്കാറുകൾ ചെല്ലാം, അസ്തഗ്ഫാറുകൾ ചെല്ലാം. നിങ്ങളെ അത്രയും സ്നേഹിക്കുന്ന ഈ റബ്ബിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അള്ളാഹിനോട് സന്തോഷം കൊണ്ട്, സ്നേഹം കൊണ്ട് അള്ളാഹിനോട് നമ്മൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹ് തന്നില്ലേ. എത്രയോ കുട്ടികൾ യുദ്ധത്തിന്റെ മുഖത്തില്ലേ, ഗസയിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്താണ്? എത്രയോ കുട്ടികൾ ഇപ്പോഴും ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത കുട്ടികളുണ്ട്, വസ്ത്രം കിട്ടാത്ത കുട്ടികളുണ്ട്. നമ്മളെ പോലെ ഖുർആൻ എല്ലാ സൗകര്യങ്ങളും ഇരുന്ന് AC-യിൽ ഇരുന്ന് പഠിക്കാൻ സൗകര്യം കിട്ടാത്ത കുട്ടികളുണ്ട്. ഇപ്പോഴും ഒരു മുസ്ഹഫ് ഇല്ലാത്ത കുട്ടികളുണ്ട്. അവരെത്ര ആഗ്രഹിക്കുന്നുണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടേക്കാണ് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്ത് ഇത്രയും സൗകര്യങ്ങൾ അള്ളാഹ് തന്നത്. ഈ അള്ളാഹിനോട് നമുക്ക് അൽഹംദുലില്ലാ, അള്ളാഹിനോട് അള്ളാഹിന്റെ സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞിട്ട് നമുക്ക് നമസ്കാരത്തിൽ നിൽക്കാൻ പറ്റണം. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഈ ദീനാണ്, ഇസ്ലാമാണ്. അള്ളാഹ് തന്ന ഈ മതമാണ് നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. സുബ്ഹാൻ, അത് സത്യമാണ്. നമുക്ക് ജീവിതത്തിൽ എന്തായാലും പരീക്ഷണങ്ങൾ പല അവസ്ഥകളിലൂടെയും മനുഷ്യന്മാർ കടന്നു പോകും. പക്ഷെ അവിടെ അള്ളാഹ് ദീൻ എന്താന്ന് പറഞ്ഞെടുത്ത് ഓരോ സിറ്റുവേഷനും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് മനസ്സിലായി ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കാൻ പറ്റും. നമ്മൾ പറയില്ലേ, ഒരു പക്വതയോടെ പാകതയോടെ എല്ലാ കാര്യങ്ങളും. ഇത് ദുനിയാവാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഇത് ഓൾറെഡി ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി നിൽക്കുന്ന ആൾക്ക് ഇതെല്ലാം ഭയങ്കര ശാന്തമായി ഡീൽ ചെയ്യാൻ പറ്റും. അയാള് പാനിക് ആവില്ല, ഭ്രാന്തമായി നിലവിളിച്ച് എന്തെങ്കിലും ആയി ആത്മഹത്യ ചെയ്യാൻ പോവില്ല. ഇവിടെ ചില പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ എന്താണ്, അമ്മ അതിന്റെ കൂടെ നമുക്ക് എത്രയോ എല്ലാ ദിവസവും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വേദനയും സഹിച്ചിട്ടാണോ നമ്മൾ പോകുന്നത്? എന്തെങ്കിലും നമ്മൾ സഹിക്കേണ്ടി വന്നാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് പ്രതിഫലം തരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ സമയങ്ങളും നമുക്കിപ്പോ വിഷമങ്ങളില്ലാത്ത സമയവും ഒരു പരീക്ഷണമാണ്. നമ്മൾ ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്ക് വേദനകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മാത്രമല്ല പരീക്ഷണം. നമ്മളുടെ നല്ല സമയങ്ങൾ, നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറയാനും, നമുക്ക് വിഷമങ്ങൾ പറയുന്ന സമയത്തും എന്താ പറയാ, അള്ളാഹിനോട് അത് മാറ്റി തരാൻ വേണ്ടി പറഞ്ഞിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ എന്താ പറയാ. പക്ഷെ അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും, അത് ഞാൻ തരുന്നില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തോ ഹൈറുണ്ട്. ചില കാര്യങ്ങള് നിങ്ങൾക്ക് ഞാൻ തരുന്ന എന്താ പറയാ, നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ നിങ്ങൾക്ക് ഹൈർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് തരാത്തത്. നിങ്ങൾക്കല്ലാതെ അറിയാം, എനിക്കാണതറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇത്രയും സ്നേഹമുള്ള റബ്ബിനെ നമ്മൾ ആരാധിച്ച് ഏറ്റവും നല്ല സൊസൈറ്റിക്കും കുടുംബത്തിനും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരു റോൾ മോഡൽ ആവാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ ആവണം ആൺകുട്ടികളും. ആർക്കും കൊള്ളാണ്ട് ഒരു ബുക്കിൽ ഫോണും പിടിച്ചിരുന്ന് അതല്ലെങ്കിൽ എന്താ പറയാ നമസ്കാരവും നോമ്പും ഒന്നും ഇല്ലാണ്ട്, ചിലർക്ക് നോമ്പ് എടുക്കാണ്ട് നടക്കുന്നതൊക്കെ ഭയങ്കര ക്രെഡിറ്റ് ആണ്. നിങ്ങൾക്ക് അറിയോ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്.
നമുക്ക് സ്വന്തം ഒരു ഡിസിപ്ലിനും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നമ്മുടെ ആത്മാവിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ നോമ്പ്. നമ്മൾ പറയല്ലോ, നമ്മള് അതായത് ഇപ്പൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് വെച്ചാല് ശരീരത്തിന് എങ്ങനെയൊക്കെ നമ്മള് എന്തൊക്കെ വൈറ്റമിൻസ് കൊടുക്കണം, ഏതൊക്കെ പ്രോട്ടീൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സൗന്ദര്യം നമ്മുടെ ഔട്ടർ അപ്പിയറൻസ് പുറമെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ആളുകൾ ഭയങ്കര കോൺഷ്യസ് ആണ്. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താണ്? അതിന് ആത്മാവിന്റെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും ആത്മാവില്ലേ? അള്ളാഹ് ഒരു റൂഹിനിട്ട് തന്നിട്ടില്ലേ? ആ റൂഹിനെ നമ്മൾ എങ്ങനെ പരിപോഷിപ്പിക്കുക? ആ റൂഹിന്റെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാന്റെ ഓർമ്മകളാണ്. നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നതാണ്. മെയിൻ ദിക്ർ എന്താണ്? ഖുർആൻ ദിക്റാണ്, സലാ ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാല് അത് റിമെമ്പറിങ് ആണ്, അള്ളാഹിനെ ഓർക്കലാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഹൃദയം, നമ്മുടെ റൂഹ് സ്ട്രോങ് ആവുന്നത്, അതിന് നറിഷ്മെന്റ് കിട്ടുന്നത്. മനസ്സിലായോ? അങ്ങനെ റൂഹിനെ സ്ട്രോങ് ആക്കി, നമ്മുടെ ശരീരത്തിനെ സ്ട്രോങ് ആക്കി, നമ്മൾ നല്ല ഫുഡ് കഴിക്കണം, ഹെൽത്ത് നിങ്ങൾ നോക്കണം. അതേപോലെ ക്യാരക്ടർ വൈസ് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും മ്യൂസിക് കാണുന്ന സമയത്ത് ഫിലിമോ മ്യൂസിക് കാര്യങ്ങൾ ഇട്ടാൽ അത് കാണില്ല. എനിക്ക് വേണ്ട, ഞാൻ കാണുന്നില്ല, നോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഇങ്ങനെ സെൽഫ് കൺട്രോൾ ഉള്ള സുബഹിന്റെ സമയത്ത് ആ പുതപ്പ് മാറ്റി നമ്മുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് എണീറ്റ് പള്ളിയിൽ ജമാഅത്തിന് പോവാൻ പറ്റുന്നവനാണ് സ്ട്രോങ് ആയിട്ടുള്ള ആള്. അവനാണ് പുരുഷൻ. അവിടെ കടന്നുറങ്ങുന്നവൻ വീക്കാണ്. അതിനുള്ള ഇച്ഛാശക്തി ഇല്ല, അവനതിനുള്ള വിൽപ്പവരില്ല. അതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ അമലാക്കി കൊണ്ടുവന്ന് സ്ട്രോങ്. പള്ളി പോവാണ്ട്. പള്ളി പോവാണ്ട്. പള്ളിയിലോ? ആ മോൻ പോയി നിസ്കരിച്ചിട്ട് വാങ്ങിച്ചാൽ അത് ജോയിൻ ചെയ്താൽ മതി. സോ ഇവനാണ് പുരുഷൻ. നിങ്ങൾ ഒരിക്കലും സമൂഹത്തിനെയോ സോഷ്യൽ മീഡിയ കാണിക്കുന്നത് കണ്ടിട്ടോ, ഇനി ഫിലിംസ് എങ്ങാനും ആരെങ്കിലും മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നവർ ഇപ്പൊ കാണുന്നുണ്ടവർ, അത് നിങ്ങളെ വഴിതെറ്റിക്കുള്ളൂ. ഫിലിംസിലൊക്കെ മെയിൻലി ആൽക്കഹോൾ ആണെങ്കിലും അല്ലെങ്കിൽ സിഗരറ്റ്സ് ആണെങ്കിലും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിലുള്ള ആളുകളെയൊക്കെ റോൾ മോഡൽ ആക്കി കാണിച്ചിട്ട്, മാത്രമല്ല പ്രണയം, ലവ് അഫെയേഴ്സ്, ഇതൊക്കെ പാടുള്ള കാര്യങ്ങളാണോ? വിവാഹത്തിന് മുമ്പുള്ള ഒരു പ്രണയം അതുണ്ടോ? അത് ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാകും, അതൊരു കോമൺ സംഭവമാണ്. ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നോക്കി സംസാരിച്ച് അവിടെ ഒരു ബന്ധം രൂപപ്പെടും. പക്ഷെ ആ ബന്ധത്തിന് നിൽക്കണ്ട എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. കാരണം അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ വേദനിക്കാൻ ഇടയായാൽ, അവരുടെ ഒരു തുള്ളി കണ്ണുനീര് വീണാല് ഈ ലോകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ട്. ഈ ഫിലിംസ് കാണുന്നവരും മ്യൂസിക് കാണുന്നവരും മോസ്റ്റ് പ്രോബബ്ലി അവര് ഈ ലവ് അഫെയറിൽ ചെന്ന് വിടും. ചെന്ന് വീണ് കഴിഞ്ഞാൽ അത് ചെയ്യണ്ട. അത് പുറമേന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡോപ്പമൈൻ ഹിറ്റൊക്കെ കിട്ടും. അതായത് ഒരു ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് സന്തോഷം തോന്നുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പ്ലഷർ. ഇപ്പൊ മ്യൂസിക് കാണുമ്പോൾ എന്താ കിട്ടുന്നത്? ഒരു പ്ലഷർ. ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരെന്താ അത് യൂസ് ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു പ്ലഷർ, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളെ നശിപ്പിക്കും. നിങ്ങൾക്ക് സന്തോഷപരമായിട്ടുള്ള ജീവിതം വേണോ, നല്ല രീതിയിലുള്ള ഒരു മാരീഡ് ലൈഫ് വേണോ, നിങ്ങൾ ലവ് അഫെയറിന് നിൽക്കരുത്. ഒരു പെൺകുട്ടികളെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ സഹോദരിമാരല്ലാത്തവര് അവരെ നിങ്ങൾ കാണുന്ന കണ്ണുകൾ താഴ്ത്തുക, കൂടുതൽ നോക്കാൻ പോണ്ട. റെസ്പെക്ട് ദം. അവരെ റെസ്പെക്ട് ചെയ്യുക. അവനാണ് പുരുഷൻ. അല്ലാണ്ട് പിന്നെയും നോക്കി കമന്റ് അടിച്ച് വർത്താനം പറയാൻ പോയി നിങ്ങൾക്ക് അവര് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ഒരു കോൺട്രാക്ട്, അവിടെ ഒരു മാരേജ് കോൺട്രാക്ട് നടന്നിട്ടില്ല എങ്കിൽ അതുവരെ ആ പെൺകുട്ടിന്റെ പിന്നിൽ പോകുന്നത് അല്ലെങ്കിൽ അവരോട് പോയി സംസാരിക്കുന്നത് അത് അവരോടുള്ള ഇല്ലായ്മയാണ്. ആ പള്ളി പോകട്ടെ. പോയിട്ട് പോരട്ടോ. ഇതൊക്കെ കോമൺലി നടക്കുന്ന കാര്യങ്ങൾ. പെൺകുട്ടികളെ കാണുമ്പോ കമന്റ് ചെയ്യാം. ഇങ്ങനെയൊന്നും ചെയ്യാതെ ജീവിക്കുന്ന നല്ല ആൺകുട്ടികൾ ഉണ്ടാവും കേട്ടോ. ഇതിൽ നിങ്ങൾ നല്ല കുട്ടികളുണ്ടാവും. പക്ഷെ എന്താ പറയാ, പക്ഷെ നിങ്ങൾ ജനറലി ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതിലൊന്നും പോകാതെ അവരെ റെസ്പെക്ട് ചെയ്ത് മുമ്പ് എപ്പോഴും പറയുന്നത് ഉമ്മാക്കും ഉപ്പാക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്? Allah.
അള്ളാനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? എന്താണ്? ഫാദറും മദറും പാരന്റ്സ്. ഒന്നും കൂടി മോൻ പറഞ്ഞതില് ശരി. ഉമ്മ 4 പ്രാവശ്യം. ഉമ്മ 3 പ്രാവശ്യം. ഉമ്മ 4 പ്രാവശ്യം. അഥവാ നബി നബി സല്ലല്ലാഹു പറഞ്ഞ എന്താണ്? ഓക്കെ, എന്താണ് ആരാ ഫർഹാൻ ആൻസർ പറഞ്ഞേ? ഫർഹാൻ. ഓക്കെ, ഫർഹാൻ എവിടെയാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്ര വട്ടാണ് പറഞ്ഞത്? 3 പ്രാവശ്യം. 3 ആണോ 4 ആണോ? 3. 3 പ്രാവശ്യം. ഓക്കെ, 4ാമത് ആരെയാ പറഞ്ഞത്? ഉപ്പ. ഉപ്പ. അതായത് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? നിങ്ങൾ ക്ലാസ്സിലത്തെയും സ്കൂളിലത്തെയും ട്യൂഷൻ ക്ലാസ്സിലത്തെയൊക്കെ കുട്ടികളൊക്കെ മുഖമൊക്കെ മനസ്സിൽ കൂടെ പോയിണ്ടാവും അല്ലെ? അല്ലെങ്കിൽ അതിലിപ്പോ എന്റെ ബെസ്റ്റ്, എനിക്ക് ആരോടാ കൂടുതൽ ക്ലോസ്നെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന ആളാണ്. പക്ഷെ ശരിക്കും ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്? ഉമ്മ. ഉമ്മ. ഓക്കെ, ഉമ്മയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. അത് എത്ര പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉമ്മുക്ക്. 3 പ്രാവശ്യം. 4. 3 പ്രാവശ്യം. മനസ്സിലായോ? സുന്നത്ത് നമസ്കാരം ആ ഉമ്മ വിളിക്കും. ആ മാമിന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നു. ഓഫ് ചെയ്യും മോനെ. ഓക്കെ, അതായത് നമുക്ക് നിസ്കരിക്കുമ്പോ നമ്മള് തക്ബീറത്തുൽ ഇഹ്റാമിലാണ് അല്ലേ? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ? നമസ്കരിക്കുമ്പോ ഓക്കെ, നമുക്ക് അതുവരെ അലൗഡ് ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, നമ്മൾ ചിരിയും, ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കും. ഇത് നമുക്ക് പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ നമുക്ക് അലൗഡ് ആണോ? അല്ല അല്ലേ? പക്ഷേ നമുക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നമുക്ക് പാടില്ല, ഫർദ് നമസ്കാരത്തിൽ നമുക്ക് പാടില്ല. പക്ഷെ ഉമ്മാന്റെ ഇമ്പോർട്ടൻസ് നമ്മളോട് മനസ്സിലാക്കണം. ഉമ്മയാണ് വിളിക്കുന്നതെങ്കിൽ, നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ ഉമ്മയാണ് വിളിക്കുന്നതെങ്കിൽ, നിങ്ങൾ സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിൽ ആ വിളിക്ക് ഉത്തരം കൊടുത്തോളാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ഉമ്മാന്റെ ഇമ്പോർട്ടൻസ് എത്രയാണ്. നമുക്കൊക്കെ ഉമ്മമാര് എന്ന് പറയുന്ന സമയത്ത് കാലത്ത് അല്ലെ, ഫജറിന് എണീക്കി അല്ലെ, പിന്നെ നോമ്പെടുക്ക്, പഠിക്ക്, അത് കഴിഞ്ഞ ഫോണിൽ കളിക്കല്ലേ, പിന്നെ നമ്മളെ കുറെ ചീത്ത പറയുന്നു, ഇങ്ങനെ ഇടങ്ങറാക്കി കുറെ റൂൾസ് തരുന്ന ഒരു പാരന്റ് അല്ലെ, കുറെ റൂൾസ് തരുന്ന ഒരാളല്ലേ? ഒരു സ്വൈര്യവും തരാണ്ടേ ആണോ? സത്യസന്ധമായിട്ട് പറ, എവിടെയെങ്കിലും ഒന്നിരുന്ന ഉമ്മ തുടങ്ങി അല്ലേ? പക്ഷെ ശരിക്കും ആ ഉമ്മാനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ആ ഉമ്മ തന്നത്, ആ ഉമ്മാന്റെ ജീവിതമാണ് നിങ്ങൾക്ക് തന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മോനെ ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, നീ ചെയ്യെന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ തന്നെ നടന്ന് നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ എൻജോയ് ചെയ്തിരിക്കാൻ ആ ഉമ്മാക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഉമ്മ ചെയ്യുന്നില്ല. ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളെ പ്രസവിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഒന്നും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഉമ്മാന്റെ കാര്യം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അതായത് ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറയുന്നില്ലേ? ഉമ്മാനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ശരിക്കും ഈ ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മാന്റെ ഒരു പ്രഗ്നൻസി ടൈം അതൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും പനി വന്നിട്ടുണ്ടാവും അല്ലെ? പനിയോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം ആവുമ്പോ തന്നെ എന്താണ് നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ? അല്ലാഹ്, ഫുഡിന് ടേസ്റ്റ് ഇല്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഛർദിക്കാൻ വരുന്നു ഇല്ലേ? ഫുഡ് ദഹിക്കുന്നില്ല. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ ശരീരമൊക്കെ ക്ഷീണിച്ച് നമ്മൾ ആകെ ഒരുമാതിരി അവസ്ഥയിലാവുണ്ട്. അല്ലാഹ്, എന്റെ അസുഖം വേഗം മാറ്റിത്തരണേ പറഞ്ഞിരിക്കും അല്ലെ? ഒരു ഉമ്മ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ ഉമ്മക്ക് ഛർദി ഉണ്ട്, ഉമ്മക്ക് ഫുഡ് കഴിക്കാൻ പറ്റണില്ല, ഫുഡിന് ടേസ്റ്റ് ഇല്ല, വിശക്കളുണ്ടാവും, കഴിക്കാൻ പറ്റില്ല, പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല അവൾക്ക്. പക്ഷെ ആ ഉമ്മ 1 കൊല്ലമാണ്
പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ 10 മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് 2 മാസേ കുറവുള്ളൂ. ഒരു കൊല്ലം ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരാണെന്ന് ആലോചിക്കും. ഒരു ദിവസം അല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, 10 അല്ല, 15 അല്ല, 30 അല്ല, അങ്ങനെ 60, 70, എത്ര ദിവസമാണ്, ഇത്രയും മാസമാണ് ഈ ഉമ്മാനോടുള്ള കടമ എന്ന് പറഞ്ഞത് എനിക്കോ നിങ്ങൾക്കോ ഈ ജന്മത്ത് ഇതിന് പകരം ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്തെന്നെ കൊടുത്താലും ഇത് പകരം വീട്ടാൻ നമുക്ക് പറ്റില്ല. ഒരു കുഞ്ഞി പ്രാണിയോ എന്തെങ്കിലും സാധനം നമ്മുടെ ചെവിയിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു അസ്വസ്ഥത ഉണ്ട്. ഈ ഉമ്മാന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്ന സമയത്ത് ഉമ്മാക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, പല ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. പിന്നെ വയറ് വലുതായി വരും. ആ സമയത്ത് നിങ്ങൾ കുറച്ചു നേരം ഒരു വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? എത്ര നേരങ്ങൾ നടക്കും വെയിറ്റ് എടുത്തിട്ട്? ഉമ്മ 10 മാസമാണ് നടക്കുന്നത്. ആദ്യമൊന്നും വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വയറ് വരും. വയറ് വന്നു കഴിഞ്ഞാൽ ഉമ്മാന്റെ ഇഷ്ടത്തിന് ഇരിക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. ഈ കുട്ടിക്ക് കേടുപാട് പറ്റാത്ത രീതിയിൽ അവരുടെ നടത്തത്തിന്റെ സ്റ്റൈലൊക്കെ മാറും. പിന്നെ അവർ ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ സാധാരണ അവരും നിങ്ങളെപ്പോലെ ടീനേജ് ഒക്കെ കഴിഞ്ഞ് ടീനേജിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ നിങ്ങൾ വന്നപ്പം അവരുടെ ലൈഫ് ആകെ മാറി. സുബ്ഹാനല്ലാഹ്. ഈ ഉമ്മാനെയാണ്, ഈ ഉമ്മാവിന്റെ അടുത്താണ് നമ്മള് എന്നിട്ട് പ്രസവിക്കുന്ന സമയത്തോ അത്രയും വേദന അനുഭവിച്ചിട്ടാണ് പ്രസവിക്കുന്നത്. അള്ളാഹ് മരിക്കാൻ പോവാണെന്ന് തോന്നും, ജീവൻ നഷ്ടപ്പെടുമല്ലോ റബ്ബേ, അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിട്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജന്മം നൽകുന്നത്. ഇതോടുകൂടി കഴിഞ്ഞില്ല. അവിടുന്ന് പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് കരച്ചിലാവും, കുഞ്ഞിന് പാല് തരണം. പാല് തരുന്ന സമയത്തും ഉമ്മാക്ക് ഉറങ്ങാൻ പറ്റുമോ? കുട്ടി കരയുമ്പോൾ എണീച്ച് പിന്നെയും പാല്. കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള പൊസിഷൻ അനുസരിച്ച് തിരിഞ്ഞു മറഞ്ഞു കിടക്കണം. ഈ കിടന്നിട്ട് പോലും രാത്രി ഉറക്കത്തിൽ കുട്ടിക്ക് പാല് കൊടുക്കാൻ പാടില്ല. എണീറ്റ് ഇരുന്നിട്ട് കുട്ടിക്ക് പാല് കൊടുക്കണം എന്നാ പറയാ. എന്ന് വെച്ചാൽ കുട്ടിയുടെ അത് ശിരസിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉറക്കത്തിൽ നിന്നാണ് നമ്മളൊക്കെ നല്ല മൂർക്കം വെച്ച് ഉറങ്ങുന്ന നമ്മുടെ രാത്രിയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഇതേപോലത്തെ രാത്രി തന്നെയാണ് ഉമ്മാക്കുള്ളത്. ഉമ്മാക്ക് അങ്ങനെ കിടന്നുറങ്ങണം തന്നെ ആഗ്രഹമുള്ളത്. പക്ഷെ ഉമ്മ എണീറ്റിരുന്ന് കുട്ടിക്ക് പാല് കൊടുക്കും. എന്റെ കുട്ടിന്റെ തരപ്പില് പോകരുത്, എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് വളർന്നു വരണം, സ്വാലിഹായിട്ടുള്ള കുട്ടിയാവണം. ആ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പേ തുടങ്ങും അള്ളാഹ് എനിക്ക് സ്വാലിഹായ കുഞ്ഞിനെ തരണേ, സ്വാലിഹായ കുഞ്ഞിനെ തരണേ എന്നുള്ള പ്രാർത്ഥന. ഈ ഉമ്മയാണ്. എന്നിട്ട് നിങ്ങൾ വലുതായി വരുന്ന സമയത്ത്, നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് ഉമ്മാനോട് ബാഡ് വേർഡ്സ് അല്ലെങ്കിൽ ഉമ്മാനോട് തിരിച്ച് സംസാരിക്കുക, തർക്കിക്കുക. ഒരു ദിവസം നമുക്ക് അതിന്റെ വില മനസ്സിലാവുന്നത് എപ്പോന്നറിയോ? ഒരു ദിവസം നമ്മള് പുറത്ത് പോയി സ്കൂളിൽ പോയിട്ടോ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിൽ നിറയെ ആളുകൾ കൂടിയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ കയറി വരുമ്പോൾ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആവും. എല്ലാവരും നിങ്ങളെ നോക്കുന്നുണ്ടാവും. നിങ്ങൾ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോ നിങ്ങൾ വീടിന്റെ ഉള്ളിലേക്ക് എന്താ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ആലോചിച്ചിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോ വീടിന്റെ ഉള്ളില് ആ ഫ്രണ്ട് ഭാഗത്തായിട്ട് വെള്ള തുണിയില് പൊതിഞ്ഞിട്ട് ഒരാളെ കിടത്തിയിട്ടുണ്ടാവും. ആ മുഖം ഏതാന്ന് നോക്കുന്ന സമയത്ത് അള്ളാഹ് അതിന്റെ ഉമ്മയാണല്ലോ, അള്ളാഹ് നീ കൊണ്ടുപോയോ എന്റെ ഉമ്മാനെ. ഇനി വിളിക്കില്ല, ഇനി ആ ഉമ്മ നിങ്ങളെ വിളിക്കില്ല. ഉമ്മ മോനെ നിസ്കരിക്ക്, എണീക്ക്, മുമ്പ് നോക്ക്, മൊബൈൽ കുറെ നേരം കാണല്ലടാ, കണ്ണ് കേടുവരും. അത് പറയാൻ ഇനി ഉമ്മ ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതം ആകെ മാറും. നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതറിയാം. അവര് ഉറങ്ങാതെ ഉണ്ണാതെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും അവരത് മാറ്റി വെക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ എത്ര ചിലപ്പോൾ തല്ലിയാലും ചീത്ത പറഞ്ഞാലും രാത്രിയിൽ അവർ വന്ന് തലോടും. നെഞ്ചു കുട്ടി അവർ അള്ളാഹിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടാവും, അള്ളാന്റെ കുട്ടീനെ നേരാക്കി തായോ അല്ല, സ്വാലിഹായ കുഞ്ഞായിട്ട് കാണിച്ചതായോ അല്ല. ഇത് ഇന്ന് ഞാൻ പറയുമ്പം ഇത് യാഥാർത്ഥ്യമല്ല, അല്ലെങ്കിൽ ഇപ്പൊ അത് യാഥാർത്ഥ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും ഉമ്മമാർക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. പക്ഷെ നാളെ അതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ യാഥാർത്ഥ്യമാവുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഈ ഒരു നിമിഷത്തെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഉമ്മമാരില്ലാത്ത കുട്ടികളുണ്ടാവും. അവരോട് ചോദിച്ചു നോക്കണം ആ ഉമ്മാന്റെ വില എന്താന്നുള്ളത്. അപ്പൊ പിന്നാലെ ഇങ്ങനെ നടന്ന് മോനെ ഇത് ചെയ്യ് അത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും അത് അള്ളാന്റെ
ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ ഉമ്മാനെ ഈ റമദാന് മുതൽ നിങ്ങൾക്ക് ഏറ്റവും ഖുർആൻ ഓതുന്ന പോലെ നിങ്ങൾക്ക് കൂലിയുണ്ട് നിങ്ങളുടെ ഉമ്മാനെ നോക്കിക്കഴിഞ്ഞാല്. നമ്മളുടെ പല ചിന്തകളും എന്ന് പറയുന്നത് നമ്മളുടെ പല ഹാലുകളിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. പക്ഷെ ഈ ഉമ്മ നിങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ അസ്ലാം അലൈക്കും, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഉമ്മ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുക, ഉമ്മാന്റെ സമ്മതം വാങ്ങുക. ഉമ്മാനെ എത്ര നാളായി നിങ്ങൾ എല്ലാവരും ഉമ്മാന്റെ മുഖത്തേക്ക് നേരെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് സ്നേഹത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട്. നിങ്ങൾ എത്ര വലിയ പുരുഷന്മാരായി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാനെ ഉമ്മ കൊടുക്കാം, ഉമ്മാനെ കെട്ടിപ്പിടിക്കാം. ഉമ്മ കഴിച്ചോ, ഉമ്മക്ക് വയ്യേ, എന്തെന്ന് മുഖം പാടിയിരിക്കുന്നു, തമാശകൾ പറയാ, ഉമ്മാനെ കളിപ്പിക്കാന്ന് പറഞ്ഞാല് നല്ല രീതിയിലുള്ളത് കേട്ടാ ഞാൻ പറയണത്. ഉമ്മ പറയുമ്പോ അനുസരിക്കും. ഉമ്മ വിളിക്കുമ്പോഴേക്കും വേഗം മൊബൈൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മൊബൈൽ എടുക്കാനുള്ള പെർമിഷൻ അല്ലാട്ടോ ഞാൻ പറയുന്നത്, നല്ല കാര്യത്തിന് ഉപയോഗിക്കാന്. ഉമ്മ നമസ്കാരത്തിന് പോരും ഉമ്മ വിളിച്ചാൽ ചെല്ലണം എന്നാണ് അള്ളാന്റെ നിയമം എന്നുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ പ്രാധാന്യം എന്താണ്? ഒരിക്കലും നിങ്ങൾക്ക് പകരം കൊടുക്കാൻ പറ്റും. നമ്മളിനി അവര് വയസ്സായി കഴിഞ്ഞാൽ അവരെ എത്ര നോക്കിക്കഴിഞ്ഞാലും അവര് നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ അത് പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ഉമ്മമാരോട് പെരുമാറാൻ ഒരിക്കലും തിരിച്ചൊന്നും പറയും. ചിലപ്പോ ഉമ്മമാര് മനുഷ്യരാണ്, അവർക്ക് തെറ്റുകളൊക്കെ പറ്റുന്നുണ്ടാവും. ചിലപ്പോ ഭയങ്കര പെർഫെക്റ്റ് ഉമ്മയൊന്നും ആവില്ല. അങ്ങനെ പാവല്ലേ ഉമ്മയല്ലേ നമുക്ക് ഒരു ജന്മം തന്നത്, ആ ഉമ്മയല്ലേ നമ്മളെ ഗർഭപാത്രത്തിൽ ചുമന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ളവരാവണം നമ്മള്. അള്ളാഹ് പറഞ്ഞ എല്ലാ ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ ഉറ്റാലോചിക്കണം. അതിൽ ഏറ്റവും വലിയ ഇബാദത്ത് ഉമ്മാന്റെ ഒരു തുള്ളി കണ്ണുനീര് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹ് തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ തന്നെ നമ്മളെ ശിക്ഷിക്കും. പരലോകത്തേക്ക് ചെല്ലാനൊന്നും വേണ്ട, ഇവിടെ തന്നെ ശിക്ഷ കിട്ടാലോ. അള്ളാഹ് കാക്കട്ടെ. ഏറ്റവും നല്ല പിന്നെ ഒരു ഹദീസ് ഉണ്ട്, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തിനോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നവനാണ്. കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? നമ്മുടെ ഉമ്മ തന്നെയാണ്. ഇത് നിങ്ങൾ കാണിച്ചു കൊടുത്ത് റോൾ മോഡൽ ആവണം. നമ്മുടെ ഉമ്മ വരുന്ന സമയത്ത് വേഗം ഒരു കവർ ഇതിൽ പിടിച്ചിട്ട് ഉമ്മ പുറത്തുനിന്ന് കയറി വരും, ഓടി ചെന്ന കവർ വാങ്ങിക്കുക, ഉമ്മനെ ഹെൽപ്പ് ചെയ്യുക. കിച്ചണിലാണെങ്കിലും നിങ്ങൾ പോയിട്ട് ഉമ്മന്നെ ഫുള്ള് ഫുഡും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ചെയ്ത് ഉമ്മന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കണ്ട. അത് നമ്മുടെ സെർവന്റ് ഒന്നല്ല, അള്ള തന്ന സെർവന്റ് അല്ല, നല്ല അനുഗ്രഹാണ്. ഇത് ഉമ്മയാണത്. ഇതേപോലെ തന്നെയാണ് ഉപ്പാന്റെ അടുത്ത്. 3 പ്രാവശ്യം ഉപ്പാന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഉപ്പ എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി പുറത്തു പോയി പണിയെടുത്ത് പൈസ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുതരുന്ന ഉപ്പമാര്, ഇവരെയും റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ ഓൾ ടുഗെദർ ഞാൻ പറഞ്ഞു വന്നത് മാസ്റ്ററി ഓവർ ദ സെൽഫ് എന്നുള്ള ടോപ്പിക്കിലാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഏത് മേഖലയിൽ പോയിക്കോട്ടെ, നിങ്ങൾ സ്കൂളിലാണെങ്കിലും, നിങ്ങൾ ട്യൂഷനിലാണെങ്കിലും, നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും, നിങ്ങൾ ഇനി വലിയ ബിസിനസ് മാൻമാരാവുന്ന സമയത്തും നിങ്ങൾ ഹാഫിൽ ആലിം, നമ്മൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് ബേസിക് വേണ്ടത്, അതായത് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ നമസ്കാരം നിലനിർത്താൻ പറ്റണം. നമ്മുടെ അള്ളാഹുവിന്റെ അടുത്ത് അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹിനോട് അതിയായ സ്നേഹമുള്ളവരാണ് വിശ്വാസികൾ. അത്രയും അള്ളാഹിനെ സ്നേഹിച്ച് അള്ളാഹ് പറയും, ഇന്റെ അള്ളാഹ് എന്നോട് ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് വേണ്ട. അങ്ങനെയാണ് നമ്മൾ അള്ളാഹിനോടുള്ള സ്നേഹം തെളിയിക്കേണ്ടത്. അങ്ങനെ സ്നേഹം തെളിയിച്ച് ശക്തരായി സത്യത്തിന്റെ കൂടെ നിന്ന് സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കുന്നത്, വിൽ പവർ ഉള്ള പുരുഷന്മാരായി മാറാൻ, സ്വാലിഹായിട്ടുള്ള പുരുഷന്മാരായി നല്ലൊരു ഉമ്മത്തായിട്ട് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും, നമ്മളെ പാരന്റ്സിനെ കൺകുളിർമയുള്ള മക്കളാക്കി മാറ്റുമാറാകട്ടെ. നാളെ ദീനിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ദീനിന്റെ ദായികളാക്കട്ടെ. എല്ലാ രംഗങ്ങളിലും തിളങ്ങുന്ന അത്രയും എല്ലാവർക്കും റോൾ മോഡൽ ആയിട്ടുള്ള ആളുകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. ഇതിന് ഇന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കൈമുതലായിട്ട് വേണ്ടത് നമസ്കാരവും ഖുർആനും വേണം. ഖുർആനും സുന്നത്തും ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം, നിങ്ങൾക്കറിയണം. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് നടന്നാൽ നമ്മളും ബ്യൂട്ടിഫുൾ ആവും. നമ്മുടെ എല്ലാ റിലേഷൻഷിപ്സും എല്ലാവിടെയും നിങ്ങൾ പോകുന്നിടത്തൊക്കെ പ്രകാശമായിരിക്കും.
അള്ളാഹു അങ്ങനെയുള്ള മക്കളായി നിങ്ങൾ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കൺകുളിർമയുള്ള മക്കളായി മാറട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇനി ഇവിടുന്ന് മുതൽ എല്ലാവരും ഉമ്മമാരുടെ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഈ നോമ്പാണ്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരുപാട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അള്ളാഹു ഇറക്കി തരട്ടെ. അള്ളാഹു ഞാനല്ല സംസാരിക്കുന്നത്, എന്നെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇവിടെ ഒരു സബബാക്കിയത് മാത്രമാണ്. നിങ്ങളിലേക്ക് ഒരു ഇൽമം എത്തിച്ചു തരാൻ അള്ളാഹ് ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഇരുത്തത്തിന് നിങ്ങൾക്ക് അതിനുള്ള തൗഫീഖും അള്ളാഹ് തന്നതിന് അള്ളാഹിനോട് നന്ദി പറയുക. ഇൻഷാ അള്ളാഹ് എല്ലാവരും ക്ലാസ് കഴിഞ്ഞാൽ ഉമ്മമാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക, നല്ല സ്നേഹത്തിൽ അവരെ നോക്കുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ദുആ? റബ്ബിർ റബ്ബിർഹംഹുമാ കമാ റബ്ബിയാനി സഗീറ. നമസ്കാരങ്ങളിലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവർ എല്ലാ വക്കത്തിലും എല്ലാ സമയങ്ങളിലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ. ആമീൻ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അള്ളാന്റെ അടിമ മാത്രമേ ആവാൻ പാടുള്ളൂ. നമ്മളുടെ കൺട്രോൾ നമ്മളുടെ കയ്യിലായിരിക്കണം. അതേപോലെ തന്നെ വേറൊരു ദുആ ഉണ്ടല്ലോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അള്ളാഹുവിന്റെ പേരാണ് യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹ് എന്താണ്, എന്നെ കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നീ എന്നിലേക്ക് വിടരുതേ. എന്റെ എല്ലാ കൺട്രോളും എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അള്ളാഹ് നീ ഏറ്റെടുക്കണേന്നാണ് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തവക്കൽ ചെയ്ത് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹിന്റെ ഏറ്റവും നല്ല അടിമകളായി സെൽഫ് കൺട്രോൾ ഉള്ള മാതാപിതാക്കളോട് അതിരിറ്റ് സ്നേഹമുള്ള മക്കളാക്കിയിട്ട് അങ്ങനെ ആകണം. എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു ചേഞ്ച് വേണം കേട്ടോ. നമസ്കാരത്തിൽ അള്ളാഹുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റണം. മാതാപിതാക്കളെ അവരെ മനസ്സിലാക്കി അവരോട് നിൽക്കാനും സ്നേഹിക്കാനും കഴിയട്ടെ. കുഞ്ഞു കാര്യമാണ് ഉമ്മനെ ജസ്റ്റ് പറ്റി എന്താ ഉമ്മാന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിക്കാനും, ഉമ്മ ചെറുപ്പം ചീത്ത പറയുന്ന സമയത്ത് ഒരു കുഞ്ഞു കുട്ടികളുടെ പോലെ ഒരു ചബ്ബി ഫേസ് ഒക്കെ പിടിച്ചിട്ട് നിൽക്കാം. അങ്ങനെ കുറിച്ച് ഭയങ്കര ദേഷ്യത്തിൽ ചാടാതെ ഒരു ചെറിയ പിണക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല രീതിയിൽ ഹിക്മത്തില് ഫ്രണ്ട്ലി മാനറിൽ തന്നെ റസൂലുള്ളാഹി ഫ്രണ്ട്ലി ആയിട്ട് ഉമ്മാനോട് നിൽക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾ ചെയ്ത ഓരോ അമലുകളും നമ്മൾ ഇന്ന് സ്വീകരിക്കട്ടെ. റമദാനിൽ ഇനി ലാസ്റ്റ് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ ഫ്രണ്ട്സിന്റെ ഇടയിലും ഫാമിലിയിലും എല്ലായിടത്തും ഇബാദത്ത് വൈസും അള്ളാന്റെ മുമ്പിൽ നല്ല അടിമകളാവാൻ സാധിക്കണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നും കൂടെ എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഇബാദത്ത് ചെയ്യുക. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. ഇത്ര നേരം എന്റെ ഈ സംസാരം കേട്ടിരുന്നതിന് അള്ളാഹു നമ്മളുടെ ഒരു ഇരുത്തത്തെ സ്വാലിഹായിട്ടുള്ള അമലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام.